ഒന്ന് സൈന്യം എത്തുമ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, കൂടുതൽ ഉപകരണങ്ങൾ ഇതിന്റെ ഭാഗമായി എത്തിക്കുന്നു. അതായത് മൈൻ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള എത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആഴത്തിലുള്ള മെറ്റൽ കണ്ടന്റ് പോലും, അതായത് ലോറിയുടെ ബോഡി ഉൾപ്പെടെ തിരിച്ചറിയാൻ വളരെ ആഴത്തിലാണെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്, അനായാസം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഒപ്പം നാവികസേനയും കൂടുതൽ ആഴത്തുള്ള പരിശോധനയ്ക്കായിട്ടാണ് എത്തിച്ചേർന്നത്. നാവികസേനയുടെ ദൗത്യവും അത്തരത്തിൽ ഗുണം ചെയ്യുമെന്ന് കരുതാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുമാവട്ടെ, എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ഒരുക്കാം. ഏറ്റവും പ്രധാനം നമുക്ക് അർജുനെ വീണ്ടെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്, അർജുനിലേക്ക് നമുക്ക് എത്താൻ കഴിയണം എന്നുള്ളതാണ്. അർജുന്റെ ആ ലോറിയിലേക്ക് നമ്മൾ എത്തിയാൽ, നമുക്ക് ആ രക്ഷാപ്രവർത്തനം അത് വിജയകരമായി നടത്തിയാൽ അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും. ആ അനുഭവത്തിനായി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ആ കുടുംബത്തിനോടൊപ്പം തന്നെ വളരെ ആശങ്കയോടുകൂടി, വളരെ കരുതലോടുകൂടി, നമ്മൾ ഒപ്പം തന്നെ പ്രതീക്ഷയോടുകൂടി അർജുനായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു ഷിരൂരിലേക്ക്. ഷിരൂരിൽ രക്ഷാദൗത്യം അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ലോറികൾ, കൂടുതൽ ഹിറ്റാച്ചികൾ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് ശ്രീ കെ മാസ്റ്റർ എം എൽ എ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇനി മറ്റൊരു പ്രതികരണത്തിൽ നമുക്ക് പ്രതീക്ഷ എന്ന് തോന്നിയത് അത് ശ്രീ മേജർ രവി പ്രതികരിച്ചതാണ്. സമാനമായിട്ടുള്ള അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. ഏതാണ്ട് 6 ദിവസത്തോളം മഞ്ഞിനിടയിൽ കുടുങ്ങിയ ഒരു സൈനികനെ രക്ഷപ്പെടുത്തിയ വിവരം മേജർ രവി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ പ്രതീക്ഷ നൽകുന്നു. അതുപോലെ തന്നെ ഒരു സാഹചര്യത്തിലേക്കായിരിക്കണം നമ്മളും എത്തേണ്ടത്. ആ സൈന്യം കൂടി എത്തുന്നതോടുകൂടി വളരെ വേഗത്തിലായി എത്തി രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ നമുക്ക് അർജുനെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ എം കെ രാഘവൻ എം പി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. എം പി, നമ്മൾ എല്ലാവരും മലയാളികൾ ഒന്നായി അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഒന്നായി ഒറ്റക്കെട്ടായി. നമ്മൾ എങ്ങനെയാണ് ഈ ദൗത്യത്തിന്, ഏകോപനത്തിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്? കേരളീയർ, കേരള സർക്കാരും ഒപ്പം മലയാളികൾ എന്ന തലത്തിൽ. ശ്രീ എം കെ രാഘവൻ, കേൾക്കാമോ? അവിടെ ആർമി എത്തിച്ചേരുകയാണ്. അപ്പൊ കോർഡിനേഷൻ തീർച്ചയായും ഉണ്ടാകും, ഏകോപനം ഉണ്ടാകും. നന്നായിട്ട് നല്ല വേഗത കൂടും എന്ന വിശ്വാസം. അർജുനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം. അതുപോലെ സംസ്ഥാന ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാർ അവിടെ അയച്ചിട്ടുണ്ട്. അവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ അവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിയാവുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു ഊർജിതമായിട്ടുള്ള പ്രവർത്തനമാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. ആർമിയുടെ രംഗപ്രവേശനത്തോടുകൂടി അത് ഉണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. എം പി, നമ്മളൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ലോറിയുടെ ഉടമ മനാഫ് ആദ്യം നമ്മൾ ടെലിഫോണിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ ഏകോപനത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. ഒപ്പം തന്നെ ഈ അർജുന്റെ സഹോദരൻ പ്രസാദ്, അദ്ദേഹവും പറയുന്നു, അദ്ദേഹം കുറച്ചുകൂടി കടുപ്പിച്ചാണ് പറഞ്ഞത്, ഈ നാടകമാണ് നടക്കുന്നത് എന്നുള്ള പോലും പറയുന്നു. അപ്പോൾ ഈ ഏകോപനത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നുണ്ടോ? നമുക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ നിരന്തരം അവിടുത്തെ പ്രതികൂല കാലാവസ്ഥയുടെ ഘടകം കൂടിയാണെന്ന് പറയുന്നു. പക്ഷെ നിലവിൽ എല്ലാ കാര്യങ്ങളും ശരി. എം കെ രാഘവൻ, താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തായാലും നന്ദി താങ്കൾ പ്രതികരിക്കാൻ തയ്യാറായതിന്.